ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന ദിവസം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്യൂൻ ഓഫ് കപ്സ്, 5 ഓഫ് വാണ്ട്സ്, 6 ഓഫ് വാണ്ട്സ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ് നിൽക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളെ കുറച്ച് ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവിടെ തന്നെയാണ് നിങ്ങളുടെ വീക്ക്നെസ്സും കിടക്കുന്നത്. നിങ്ങൾ ഇമോഷണലി കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്, പക്ഷെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഇത് എൻ്റെ ലവ് ലൈഫ് ശരിയാവുമോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വിവാഹം എനിക്ക് നടക്കുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുകയാണ്. റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആവാം, മാരീഡ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കല്യാണം നടക്കണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്, ഇമോഷണൽ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോക്കൂ, 6 ഓഫ് വാണ്ട്സ്, നിങ്ങൾ ആഗ്രഹിച്ച മാരേജ് നിങ്ങൾക്ക് നടക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ആഗ്രഹിച്ചൊരു യൂണിയൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു യൂണിയൻ നടക്കുന്ന തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഇനി വേണ്ട. ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ഇമോഷണലി മെച്ചുവേർഡായിട്ടിരുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ പോകൂ. ബാക്കി നിങ്ങൾക്ക് തനിയെ വന്നോളും. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വിവാഹം, നിങ്ങൾ ആഗ്രഹിച്ച യൂണിയൻ നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്.